ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സൂര്യനെല്ലിയിലെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. എറണാകുളത്ത് നിന്നും സൂര്യനെല്ലിയിലോട്ട് എങ്ങനെ പോവാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് പിന്നീട് പറയാം. ആദ്യം നമ്മൾ എവിടെയായിരുന്നാലും എറണാകുളം KSRTC സ്റ്റാൻഡിൽ 12:40 മുൻപ് എത്തിച്ചേരുക. അവിടുത്തെ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഫുഡും കഴിക്കാം. സ്റ്റാൻഡിന് പുറകിലൊരു ഹോട്ടലുമുണ്ട്. 12:30 12:35 നമ്മുടെ സൂര്യനെല്ലി ബസ്സും ആ സമയമാകുമ്പോൾ എത്തിച്ചേരും. ബസ് നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് കയറും. സീറ്റ് കിട്ടാൻ പിന്നെ പാടായിരിക്കും. എനിക്ക് കണ്ടക്ടറിൻ്റെ കൂടെയുള്ള സീറ്റാണ് കിട്ടിയത്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ യാത്രയ്ക്ക് പോകുന്നത്. കായംകുളത്ത് നിന്നും സൂര്യനെല്ലി വരെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ സൂര്യനെല്ലിയിൽ പോകുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഗൂഗിളിൽ ടെൻ്റ് വില്ല എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ഞാൻ അവരുടെയാണ് ബുക്ക് ചെയ്തത്. പെർ പേഴ്സൺ 1800 രൂപയാണ് ആകുന്നത് ഒരാൾക്ക്. ഈ സൂര്യനെല്ലി ബസ് കല്ലാർ റൂട്ടിൽ പോകുന്നതുകൊണ്ട് വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ബസ്സിലിരുന്നു കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. എൻ്റെ കൂടെ ഇരുന്ന കണ്ടക്ടർ എൻ്റെ നാട്ടുകാരനാണെന്ന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പുതിയൊരു സുഹൃത്തിനെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പുള്ളിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. അടിമാലി കഴിഞ്ഞാൽ പിന്നെ തിരക്ക് കാണില്ല, പിന്നെ ഫ്രണ്ടിൽ പോയിരുന്നാൽ നല്ല വ്യൂ ആയിരിക്കും എന്നൊക്കെ പുള്ളി പറഞ്ഞു തന്നു. വരുന്ന വഴിയിൽ നമുക്ക് 2 വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും. കോതമംഗലം അടിമാലി സ്റ്റാൻഡുകളിൽ അവർ 5 മിനിറ്റ് ബസ് നിർത്തിയിടുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാറിൽ ഒരു 10 മിനിറ്റ് ടീ ബ്രേക്ക് ആയിരിക്കും. മൂന്നാർ ഗ്യാപ് റോഡിൽ കൂടെയാണ് ഈ ബസ് പോകുന്നത്. മൂന്നാറിൽ നിന്നും ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല വ്യൂ ആണ്. മനോഹരമായ മലകളും തേയിലത്തോട്ടങ്ങളും നമുക്ക് കാണാവുന്നതാണ്. സൂര്യാസ്തമയ സമയമായതിനാൽ നമുക്ക് ബസ്സിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ കാണാൻ കഴിഞ്ഞു. 6:30-7 മണിയോടെ സൂര്യനെല്ലിയിൽ ബസ് എത്തുന്നതായിരിക്കും. ബസ് സൂര്യനെല്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വില്ല അവരയച്ചു തന്ന ലൊക്കേഷൻ അടുത്തുള്ള ഏതെങ്കിലും ഓട്ടോ ചേട്ടന്മാരെ കാണിക്കുക. അവർ ആ സ്ഥലം കൃത്യം എവിടെയാണെന്ന് പറഞ്ഞു തരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവരുടെ ഏരിയ ആയതിനാൽ അവർ 200-250 രൂപയൊക്കെ പറയും. നമ്മളത് 100-150 പറഞ്ഞ് കുറച്ച് കൊണ്ടുവരണം. ഈ പാക്കേജിന് 1800 രൂപയാണെങ്കിൽ നമുക്കത് വെർത്താണ്. വൈകിട്ട് 4 മണിക്ക് മുമ്പാണ് എത്തേണ്ടതെങ്കിലും നമ്മൾ ബസ്സിൽ വരുന്നതുകൊണ്ട് 6-6:30 ആകുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. എപ്പോൾ ചെന്നാലും നമുക്ക് അവിടെ പ്രവേശനം അനുവദിക്കുന്നതാണ്. ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സൂര്യാസ്തമയം കാണാൻ നമ്മളെ അടുത്തുള്ള ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോകും. പിന്നെ രാത്രിയിലെ ക്യാമ്പ് ഫയർ, പിന്നെ ഫുഡാണ്. രാത്രിയിൽ അൽഫാം, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, വെജിറ്റബിൾ കറി എല്ലാം ഉണ്ട്. പിന്നെ ചാർജിങ്ങിനായി ഒരുപാട് ചാർജിങ് പോർട്ടുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലധികം നീറ്റായിട്ടുള്ള ബാത്റൂമുകളും അവിടെ ഉണ്ട്. പല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളുമായി പരിചയപ്പെടാൻ നമുക്ക് പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. രാത്രിയിൽ 5 km/h അടിക്കുന്ന തണുത്ത കാറ്റും ആ തണുപ്പ് മാറ്റാൻ ക്യാമ്പ് ഫയറിന് ചുറ്റും വട്ടത്തിലിരിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും എല്ലാം ഈ ഒരു യാത്രയുടെ സൗന്ദര്യം കൂട്ടുന്നു. ഒരാൾക്കൊരു ടെൻറ്റ് വീതമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സായിട്ട് വന്നതും ഫാമിലിയായിട്ട് വന്നതും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒറ്റയ്ക്ക് വന്നതിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ രാത്രിയിലെ ഉറക്കത്തിന് ശേഷം അവർ ഒരു 3 മണി 3:30 ആകുമ്പോൾ നമ്മളെ വിളിച്ചുണർത്തും. പിന്നെ നമ്മൾ ഈ ജീപ്പിൽ ഓഫ് റോഡ് പോകുന്നതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായതും മനോഹരവുമായ ഒരു യാത്ര. ജീപ്പിൽ മുറുകെ പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മളുടെ നടുവരെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ട് പോകും തോറും കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാറ്റും കോടയും എല്ലാം വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല രീതിയിൽ. ഒരു ജീപ്പിൽ 6 പേരെയാണ് ഉൾപ്പെടുത്തുന്നത്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എന്നെ ഒരു 5 പേരടങ്ങുന്ന ഒരു ഫാമിലിയുടെ കൂടെയാണ് അവർ കയറ്റി വിട്ടത്. അവർ വന്നത് മധുരയിൽ നിന്നുമായിരുന്നു. ഈ യാത്രയിൽ നിന്നും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. ഈ ഓഫ് റോഡ് ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ വരുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുകളിൽ കാണാൻ കഴിയുന്നത്. 5-6 കിലോമീറ്റർ വേഗത്തിലടിക്കുന്ന കാറ്റും കോടയുമായിരുന്നു അവിടെ മുഴുവനും. ആ മഞ്ഞും കോടയുമെല്ലാം ഒരു സമയമാകുമ്പോൾ ആ മലനിരകളുടെ മുകളിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു ദൃശ്യമുണ്ട്. അത്രയും നേരം ആ മഞ്ഞ് മൂടിക്കിടന്ന മലനിരകൾ പെട്ടെന്ന് പ്രത്യക്ഷമാകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമാണതിന്. ഒരു പ്രത്യേക ഫീലാണ്. ആ കോടയെല്ലാം മാറി ആ മലനിരകളുടെ ഇടയിലൂടെ ആ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുമ്പോൾ ആ റീലുകളിൽ പറയുന്നത് പോലെ നല്ലൊരു സൂര്യോദയം കണ്ടാൽ മതി ആളുകളുടെ എല്ലാം പ്രശ്നം മാറാൻ എന്ന് പറയുന്നത് പോലെ. ഈ കാണുന്ന സൗന്ദര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ എൻ്റെ കയ്യിലൊരു നല്ല ഫോണില്ലായിരുന്നു. ഞാൻ കരുതി സാരമില്ല, ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഇവിടുന്ന് 4 മലയാളികൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നു നിന്നു. +2-ൽ പഠിക്കുന്നവരായിരുന്നു അവർ. അവരുമായി മിണ്ടി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു തന്നു ഇവിടെ നിന്നുകൊണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ സിംഗപ്പാറയിലോട്ട് പോയി. അവിടെ ഒരുപാട് ക്യൂ ആയിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഞങ്ങൾ അതിനിടയിലൂടെ നുഴഞ്ഞു കയറി. അവർ എനിക്കൊരു ഫോട്ടോ എടുത്തു തന്നു. എൻ്റെ കൂടെ ജീപ്പിൽ വന്ന മധുരയിലെ കുടുംബങ്ങൾ അപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞു. നമ്മളെ താഴെ ആ ജീപ്പുകാരൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവിടുത്തെ വ്യൂ എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് ജീപ്പുകാരൻ്റെ അടുത്തേക്ക് പോയി. ഞാനവിടെ നിന്നും കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. ഞാൻ കരുതി ജീപ്പുകാരൻ പോയി കാണുമെന്ന്. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാനവിടെ ചെന്നപ്പോൾ ടയർ മാറ്റിയിടുന്നതേ ഉള്ളായിരുന്നു പുള്ളി.
ഞാൻ ചെന്ന കറക്റ്റ് സമയത്ത് തന്നെ ടയർ മാറിയിട്ടു. അത് പഞ്ചറായിരുന്നു. അവിടുന്ന് വേറെ ഏതോ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പോകുന്ന വഴിയിൽ അവർ നിർത്തിത്തരും, തേയിലത്തോട്ടത്തിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന്. ഞാനത് ഡ്രൈവറോട് പറഞ്ഞപ്പോൾ പുള്ളി ഒരു തേയിലത്തോട്ടത്തിന് നടുക്ക് നിർത്തി തന്നു. അവിടെ നിന്നുള്ള മനോഹരമായ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. ആ മധുരയിൽ നിന്ന് വന്ന ആളുകൾ ഒരുപാട് ഫോട്ടോയും നമുക്ക് എടുത്തു തന്നു. ഇങ്ങനെയാണ് ഈ യാത്ര. പല ആൾക്കാരും നമ്മെ സഹായിക്കാനുണ്ടാകും, നമ്മൾ പ്രതീക്ഷിക്കാതെ. അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്നൊരു തേയിലയും മേടിച്ച്, വീട്ടിലേക്ക് ആവശ്യമായ തേയിലയും മേടിച്ച് ടെൻറ്റിലേക്ക് തിരിച്ചു വന്നു. അവിടെ രാവിലെ ദോശയും ഇഡലിയും ഉഴുന്നുവടയും ചമ്മന്തിയും സാമ്പാറും ചായയും എല്ലാം ഉണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഫുഡും കഴിച്ച് നമുക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാം. ഞാനവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് ടെൻറ്റിൽ ചെന്ന് അവിടെ നമുക്ക് അവർ തരുന്ന കമ്പിളിപ്പുതപ്പുണ്ട്, അതെല്ലാം മടക്കി വൃത്തിയാക്കിയാണ് ഞാൻ തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയത്. രാവിലെയാണ് നമ്മളവിടെ താമസിച്ചിടത്തെ കറക്റ്റ് വ്യൂ നമുക്ക് വ്യക്തമാവുന്നത്. നമ്മൾ രാത്രിയിൽ വന്ന് കയറുന്നതുകൊണ്ട് അവിടുത്തെ വ്യൂ ഒന്നും കാണാൻ സാധിച്ചില്ല. പകലായപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ഞാനീ കാണുന്ന വ്യൂവിന് നേരെയുള്ളൊരു ടെൻറ്റിലാണ് താമസിച്ചിരുന്നത്. രാവിലെയും നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങാൻ നേരം ജീപ്പ് ഇപ്പോൾ വരും, സൂര്യനെല്ലിയിലോട്ട് ഇറക്കാമെന്നൊരു ചേട്ടൻ പറഞ്ഞു. വീണ്ടും ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഇറങ്ങാൻ നേരം ഒരു ചെന്നൈ ഫാമിലി അവിടെ വന്നു, ഒരു ഭാര്യയും ഭർത്താവും. അവർ കാറിലായതിനാൽ എന്നെ മൂന്നാർ വരെ ഇറക്കാമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവരുടെ കാറിൽ കയറി യാത്രയായി. അവരോട് സംസാരിച്ച് ഗ്യാപ്പ് റോഡ് സൈഡിൽ ഞങ്ങൾ വണ്ടി നിർത്തി. അവിടുത്തെ വ്യൂവും കാര്യങ്ങളും എല്ലാം കണ്ട് അവരെനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നു. അവർക്കും ഞാൻ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു കൊടുത്തു. അവരെന്നെ മൂന്നാറിൽ കൊണ്ടിറക്കി. കറക്റ്റ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എറണാകുളം ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ഇതാണ് യാത്ര. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായി മിണ്ടിയും ഇടപഴകിയും നമ്മൾ പോകുന്ന വഴിയിലെ വ്യൂ ആസ്വദിച്ചും നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ നമ്മളെ സഹായങ്ങൾ തേടി വന്നുമൊക്കെ പോകുന്നതാണ് യാത്ര. യാത്ര എങ്ങും അവസാനിക്കുന്നില്ല. മറ്റൊരു യാത്രയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. गम तो नहीं है, गम तो नहीं